ഇതെന്താ തിരുമേനി ഇപ്പോ? ഇദ്ദേഹത്തെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചിരുന്നോ? ചില മനുഷ്യരെ ക്ഷണിക്കാതെയും വരുമേ. വരാതിരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ മനസാക്ഷി അവരെ വെറുതെ വിടില്ല. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ചില സത്യങ്ങൾ അറിയുമ്പോ അമ്മ തന്നെ ഞെട്ടിപ്പോവും. ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്നതാണോ എന്ന് ചിന്തിച്ചു പോവും. അമ്മേ, ആ തിരുമേനിക്ക് ഒരു വലിയ കള്ളം നമ്മളോട് പറയേണ്ടി വന്നു. ജ്യോതിഷം കൃത്യമായി നോക്കി പറയുന്ന നല്ലവനായ തിരുമേനി നമ്മളോട് പറഞ്ഞത് കള്ളോ? 21 ദിവസം മൈഥിലിയും കാർത്തിയേട്ടനും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണമെന്ന തിരുമേനിയുടെ ജ്യോത്സ്യവിധി ഒരു ചതിയായിരുന്നു. ആ ചതി തിരുമേനിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് മറ്റു ചിലവരാ. അയ്യോ, അതാരാ? ആരൊക്കെയായിരിക്കും ഇതിന്റെ പിന്നിലെന്ന് അമ്മയ്ക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈശ്വരാ, അന്ന് ഈ കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. തിരുമേനിയോട് ഞാനത് ചോദിക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹം ഉരുണ്ട് കളിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് അത് തുറന്നു പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്റെ പൊന്നുമോൾ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വലിയൊരു തെറ്റുപറ്റി. ജീവിതത്തിൽ ഇന്നുവരെ ചെയ്യാത്തൊരു തെറ്റാ ഞാൻ ചെയ്തത്. എന്താ പറ്റിയ തിരുമേനി? തിരുമേനി തുറന്നു പറയൂ. ജ്യോതിഷം ദൈവദത്തമായ ഒരു സത്യമായതുകൊണ്ട് അത് കൃത്യമായി ചെയ്യാത്തവർ ദ്രോഹം ചെയ്യുന്നവരാണ്. ഞാനൊരു മഹാ അപരാധമാ ചെയ്തത്. എന്റെ പേരക്കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി എനിക്കത് ചെയ്യേണ്ടി വന്നു മോളെ. കാർത്തിക് സാറും അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയും കൂടി ഒരേ മുറിയിൽ 24 ദിവസം കഴിയണമെന്ന് ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. എന്നോട് ക്ഷമിക്കണം, പറയേണ്ടി വന്നു. മോള് തരുന്ന ഏത് ശിക്ഷയും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു ബ്രാഹ്മണനായ ഞാനത് പറഞ്ഞത് ഗുരുതരമായ തെറ്റാണ്. ആരാ തിരുമേനി തിരുമേനിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്? അത് മാത്രം മോൾ എന്നോട് ചോദിക്കരുത്. മരണഭയമുണ്ട്. ഞാനത് പറയില്ല. ശരി, വേണ്ട, തിരുമേനി പറയണ്ട. പക്ഷേ ഇതിന്റെ പിന്നിൽ ആരൊക്കെ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും വലിയവനായ ആ തിരുമേനിയും കള്ളം പറഞ്ഞു. വിഗ്രഹങ്ങളൊക്കെ എത്ര പെട്ടെന്നാ ഉടയുന്നല്ലേ. മോളെ, ഇവിടെ നടന്ന ഈ കാര്യം അമ്മയോട് തുറന്നു പറയണ്ടേ? ഞാൻ ആലോചിച്ചമ്മേ, മുത്തശ്ശിയോട് അത് പറയണോ വേണ്ടോന്ന്. വേണ്ട, മുത്തശ്ശി വല്ലാതെ തകർന്നു പോവും. ഒന്നാമത് മുത്തശ്ശി ജ്യോതിഷത്തെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട്. മറ്റൊന്ന്, ആ വിശ്വാസം ഒരു കുടുംബത്തെയും പ്രത്യേകിച്ച് എന്നെയും കാർത്തിയേട്ടനെയും വല്ലാതെ തകർക്കുന്നുണ്ടെന്നറിയുമ്പോ വേണ്ട, അത് പറയണ്ട. പിന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ അവസാനിപ്പിക്കും? അതിന് ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. കടിച്ച പാമ്പ് തന്നെ തിരികെ ഇഴഞ്ഞു കയറും. ആ പാമ്പ് തന്നെ വിഷവും ഇറക്കും. നീ കാര്യം എന്താന്ന് തുറന്നു പറയൂ കുഞ്ഞെ. ഞാൻ പറയുമ്പോ ഒരു സുഖം ഉണ്ടാവില്ല. അമ്മ അത് കാണുകയും കേൾക്കുകയും ചെയ്യും. അപ്പൊ നല്ല രസമുണ്ടാവും. എന്നാലും എത്ര പെട്ടെന്നാണല്ലേ അവരുടെ നിറം മാറിയത്. ഓന്തിന്റെ ജന്മമല്ലേ കൈമളേട്ട അവക്ക്. ആലോചിച്ച് നടത്തിയ ഒരു കല്യാണോ ഇങ്ങനെയൊക്കെ വരുമെന്ന് നമ്മൾ കരുതിയോ? എന്തായാലും വല്ലാത്തൊരു ശാപമായി പോയി. ഈ ഒരു പെണ്ണ് കാരണം എത്ര പേരായി വീട്ടിൽ വിഷമിക്കുന്നത്. നേരത്തെ അവളെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. മൈഥിലിയുടെ കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കും. എന്തായാലും പങ്കെടുക്കാം. ഏതു തരത്തിലാണെങ്കിലും എനിക്ക് സന്തോഷിക്കാനുള്ള വക അതിലുണ്ടാവും. നീ വിഷമിക്കൊന്നും വേണ്ട മോനെ. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. ഇല്ലെങ്കിൽ പരിഹാരം നമ്മൾ ഉണ്ടാക്കും. എന്തിനും പരിഹാരമില്ലേ മോനെ കാർത്തി? അതെ, ഒരു സന്തോഷ വാർത്ത എല്ലാരെയും അറിയിക്കാനുണ്ട്. സന്തോഷ വാർത്തയോ? അതേമേ, ഈ തറവാട്ടിൽ എല്ലാവർക്കും തലവേദനയായി അലങ്ങി തിരിഞ്ഞ ഒരു ദുരാത്മാവ് ഒരു മന്ത്രവാദിയുടെ സഹായമില്ലാതെ ഒഴിഞ്ഞു പോയിരിക്കുന്നു. അമ്മ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഷെടാ, ഒരു ഗുഡ് ന്യൂസ് പറഞ്ഞിട്ടും ഇവിടെ ആർക്കും സന്തോഷമില്ലല്ലോ.
മൈഥിലി പ്രേതം ഇവിടുന്ന് ഒഴിഞ്ഞു പോയിന്ന്. പോയെന്നോ? ആ, അവളോടെ പോയി. വല്ല കരിമ്പനയിലും കാണും. ആ, അല്ലെങ്കിൽ നിന്റെ ആങ്ങളെ അടുത്ത് പോയി ലയിച്ചു കാണും. പ്രേതം തിരക്കി പോകുന്നത് പിശാചുക്കളുടെ അടുത്തേക്കാണല്ലോ. സാവിത്രിജി, എന്റെ ആങ്ങളയ്ക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയിന്ന് വെച്ച് എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട കേട്ടോ. ഞാൻ എന്റെ പാടം നോക്കി എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. അയ്യോടാ പാവം. ദേ വാഴക്കൂട്ടല്ലേ ഇങ്ങോട്ട് വരുന്നേ? വാഴക്കൂട്ടോ? ആ, ദേ നേരാണല്ലോ, വാഴപ്പാടി തിരുമേനിയാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. ഓർക്കാപ്പുറത്ത് അദ്ദേഹം വരുന്നതിന് എന്തോ കാര്യമുണ്ടല്ലോ. നമസ്കാരം തിരുവേനി. നമസ്കാരം. ഇരുന്നാട്ട് തിരുവേനി. എന്താ തിരുമേനി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അസാധാരണമായ ഒരു ജ്യോത്സ്യവിധിയും പരിഹാരവും പറഞ്ഞിട്ടാണല്ലോ ഞാനിവിടെ നിന്ന് പോയത്. ആ, അതുകൊണ്ട് തന്നെ ചെമ്പകമംഗലത്തെ കാര്യങ്ങളിൽ എനിക്കൊരു ഉത്കണ്ഠയുണ്ടായിരുന്നു. അതായിരിക്കാം ഇന്ന് രാവിലെ നിമിത്തം പോലെ ചില കാര്യങ്ങൾ എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. അത് വേഗം പറഞ്ഞേക്കാമെന്ന് കരുതിയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ തിരുമേനി? ചെമ്പകമംഗലത്തെ പരദേവതമാർ ചില കാര്യങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി മുതൽ മൈഥിലിയും കാർത്തിക് സാറും ഒരേ മുറിയിൽ അന്തി ഉറങ്ങണ്ട. പക്ഷേ മറ്റൊരു കാര്യം ജ്യോത്സ്യത്തിൽ തെളിഞ്ഞു. നിർബന്ധമായും നാളെ തന്നെ കുഞ്ഞിന്റെ ചോറൂണ് നടത്തണം. അത് നടക്കുന്നതോടെ ചെമ്പകമംഗലത്ത് നിലനിൽക്കുന്ന എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. ഹോ, എന്റെ ദൈവമേ! ഒരു കാരണവശാലും കുട്ടിയുടെ ചോറൂണ് നാളത്തേതിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. അങ്ങനെ വന്നാൽ നിത്യശാപമായിരിക്കും കുടുംബത്തെ ബാധിക്കാൻ പോകുന്നത്. ഒരിക്കലും ഇല്ല തിരുമേനി, നാളെ തന്നെ ചോറൂണ് നടത്തിയിരിക്കും, തീർച്ച. ഇത്തിരി തിരക്കുണ്ട്, ഞാനങ്ങോട്ട് ഇറങ്ങുകയാ. ഒന്ന് നീക്കു തിരുമേനി, ഒരു ദക്ഷിണ സ്വീകരിച്ചിട്ട് പോയാ മതി. വേണ്ട രാജലക്ഷ്മി അമ്മേ, ദക്ഷിണയൊക്കെ ഇനിയൊരിക്കലാവാം. കഴിഞ്ഞ പ്രാവശ്യവും തിരുമേനി ദക്ഷിണ വാങ്ങിയില്ല. അതിലൊന്നും ഒരു കാര്യവുമില്ല. സന്മനസ്സല്ലേ രാജലക്ഷ്മി അമ്മേ ഏറ്റവും വലിയ ദക്ഷിണ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി തിരുവേനി. ഹോ, ആ മൈഥിലിയുടെ ശല്യം എന്നേക്കുമായി അവസാനിച്ചല്ലോ. ആമേ, അമ്പലത്തിൽ നിന്ന് കുറച്ച് പുണ്യാഹം വാങ്ങി ഈ വീട്ടിലും പറമ്പിലും ഒക്കെ തളിക്കണം. ആനമറന്ന് ഇവിടുന്ന് പോയതല്ലേ. തിരുമേനി, വളരെ നന്ദി തിരുമേനി. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മോളെ. നന്ദി പറയേണ്ടത് ഞാനല്ലേ. എന്നെ ഉപദ്രവിക്കാതെ നിങ്ങൾ വെറുതെ വിട്ടല്ലോ. ഞാൻ ചെയ്ത തെറ്റ് നിസ്സാരമല്ല. ഇപ്പോഴാ ആ തെറ്റിന് ചെറുതായെങ്കിലും ഒരു പാപപരിഹാരമായത്. എന്നാലും തിരുമേനി ഇവിടെ വരെ വന്നല്ലോ. ഞാൻ വരണമല്ലോ. മാപ്പ് ചോദിച്ചാൽ തീരാവുന്ന തെറ്റൊന്നുമല്ല ഞാൻ ചെയ്തത്. അത് മറന്നേക്ക് തിരുമേനി. ആ, പിന്നെ മറ്റൊരു കാര്യം,
മുമ്പ് വന്ന് ഞാനിവിടെ പറഞ്ഞത് മറ്റുള്ളവരുടെ പ്രേരണയിലാണെങ്കിലും ഇപ്പൊ വന്ന് പറഞ്ഞ കാര്യം കള്ളമല്ല. സത്യം. കുട്ടിയുടെ ചോറൂണ് നാളെ തന്നെ നടത്തണമെന്ന് അത് ഞാൻ നോക്കി കൃത്യമായി പറഞ്ഞ സത്യമാണ്. ചോറൂണ് നാളെ തന്നെ നടത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ തറവാട്ടിൽ അനർത്ഥങ്ങൾ പലതും സംഭവിക്കും. അത് രാശിയിൽ തെളിഞ്ഞതാ. ചോറൂണ് നാളെ തന്നെ നടക്കും തിരുമേനി. അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. സന്തോഷം മോളെ. എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ. ശരി തിരുമേനി. പേടിപ്പിച്ച് കളഞ്ഞല്ലോ കാർത്തേട്ടാ. മുറ്റത്ത് വെച്ചാണോ കാർത്തേട്ട കെട്ടിപ്പിടിക്കുന്നത്? ആരെങ്കിലും കാണില്ലേ? ഞാൻ നാട്ടുകാരുടെ ഭാര്യയല്ല കെട്ടിപ്പിടിച്ചത്, എന്റെ ഒരേ ഒരു ഭാര്യ. ഒരേ ഒരു ഭാര്യയാണെങ്കിലും ഇത് അമേരിക്കയോ ഓസ്ട്രേലിയ ഒന്നും അല്ല കാർത്തേട്ട. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ലാത്ത സദാചാര പോലീസുള്ള നാടാ. ഏത് സദാചാര പോലീസ് വന്നാലും ഞാൻ എന്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കും. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വാതിൽക്കളി നിപ്പുണ്ട്. ഒരടക്കം ഒതുക്കൊക്കെ വേണ്ടേ? എന്തടക്കം ഒതുക്കും? ഞാൻ എന്റെ സന്തോഷം സഹിക്കാൻ വയ്യാതെ കൺട്രോൾ വിട്ട് നിന്നെ കെട്ടിപ്പിടിച്ചതാ. എന്ത് സന്തോഷം? ഇന്ന് രാത്രി മുതൽ നമുക്ക് നമ്മുടെ മുറിയിൽ സ്വസ്ഥായിട്ട് കിടക്കാമല്ലോ. ആ മൈഥിലിയുടെ ശല്യം ഒഴിവായല്ലോ. നെറുകയിലൊന്ന് കിസ് ചെയ്തപ്പോഴേക്കും മയങ്ങിപ്പോയോ? കാർത്തേട്ടാ, എന്നാലും അവൾ ഏത് വഴിക്ക് പോയി? ആ മൈഥിലി. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. ഇവളുടെ ഈ സൗന്ദര്യം ഒരു തരം യക്ഷി സൗന്ദര്യം തന്നെയാണ്. അയ്യോ, എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത് വൈശാഖേ. പതുക്കെ പതുക്കെ സംസാരിച്ചാൽ മതി. ഇവിടെ നിന്റെ ശബ്ദം ഉയരാൻ പാടില്ല. അഥവാ ശബ്ദം ഉയർത്തിയ ഇങ്ങനെ ഇങ്ങനെ കഴുത്ത് ഞെക്കിപ്പിടിക്കും. ഒച്ച പുറത്തേക്ക് കേൾപ്പിക്കാതെ നിന്നെ ഞാൻ പച്ചയ്ക്ക് കൊല്ലും. മനസ്സിലായോടി? അയ്യോ വൈശാഖേ, പ്ലീസ്. മിണ്ടരുന്നല്ലടി പറഞ്ഞത്. വൈശാഖേ, വൈശാഖേ പ്ലീസ്, എന്നൊന്നും ചെയ്യല്ലേ. നിനക്ക് കാർത്തിയുമായിട്ട് ഡിവോഴ്സ് വേണ്ട അല്ലേ?
വേണം, ഡിവോഴ്സ് വേണം. പക്ഷെ ഡിവോഴ്സ് കിട്ടിയ ആ നിമിഷം അവരെന്നെ ചെമ്പകമംഗലത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കും. പിന്നെ നമ്മുടെ പ്ലാനുകളൊന്നും വർക്കൗട്ട് ആവില്ലടാ. ഉടവാളും കിട്ടില്ല, കുഞ്ഞിനെ എടുക്കാൻ പറ്റില്ല. പ്ലീസ്, ഞാൻ നിന്നെ പറ്റിച്ചിട്ടില്ലടാ. നീ അവനെ വഞ്ചിച്ചിട്ടല്ലേ എന്റെ കൂടെ ഒളിച്ചോടിയത്? പിന്നെ എന്നെ വഞ്ചിക്കാനാണോ നിനക്ക് പ്രയാസം? വൈശാഖേ, പ്ലീസ്. നീ വില്യം ഷേക്സ്പിയറുടെ വിഖ്യാത നാടകം ഒതല്ലോ വായിച്ചിട്ടുണ്ടോ? ഇല്ല. പഠിക്കാനുണ്ടായിരുന്നല്ലോ കോളേജില്. ആ നാടകത്തിൽ പ്രൊബാൻഷോ ഡെസ്റ്റിമോനെ കുറിച്ച് ഒതല്ലോട് പറയുന്നൊരു വാചകമുണ്ട്. ഇവൾ ഉറക്കത്തിൽ എന്നെ വഞ്ചിച്ചവളാ, നിന്നെയും വഞ്ചിച്ചിരിക്കും. വൈശാഖേ, വൈശാഖേ. കൊല്ലാനാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിലും നിന്നോടുള്ള പ്രണയം എന്നെ അതിനനുവദിക്കുന്നില്ല. വൈശാഖ, വേണ്ട. കാർത്തിയുമായിട്ടുള്ള ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ എങ്ങനെ നടക്കും മൈഥിലി? എനിക്ക് ആ കുഞ്ഞിനെ വേണം വൈശാഖ. ആ മീനാക്ഷിയുടെ തകർച്ച കാണണമെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ കിട്ടിയേ പറ്റും. അല്ലെങ്കിലും അതെന്റെ കുഞ്ഞല്ലേടാ. നിനക്ക് കുഞ്ഞിനെ വേണോ അല്ലേ? വേണം. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. ആ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലടാ. റിലാക്സ്. ഓക്കേ ഓക്കേ ഓക്കേ, എനിക്ക് മനസ്സിലാവും. നീ സമാധാനപ്പെട്. എല്ലാത്തിനും ഒരു പോംവഴി ഉണ്ടാകും. അതിന്റെ ആദ്യ വഴി ഇപ്പോ ചെമ്പകമംഗലത്തെ പിടിച്ച് കുലുക്കിയിട്ടുണ്ടാവും. മീനാക്ഷി, എന്താ കാർത്തേട്ടാ? എനിക്ക് ചില പുതിയ ആലോചനകൾ. പെട്ടെന്നുണ്ടായ ആലോചനകളാ. എന്താ കാക്കി അഴിച്ചു വെച്ച് കഥകൾ വല്ലതും എഴുതാൻ പ്ലാൻ ഉണ്ടോ? കഥകൾ വായിക്കാനുള്ള സമയമില്ല, പിന്നെയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. പിന്നെ എന്താ ആലോചിച്ചെന്ന് പറയും. അതായത്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചിട്ട് സമാധാനത്തോടെ ഒന്ന് ജീവിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അത് ശരിയാ. എന്നും പ്രശ്നങ്ങളായിരുന്നു, എന്നും പ്രശ്നങ്ങൾ. ഇനിയും പ്രശ്നങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത് കാര്യം? നമുക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്യാം. ഹണിമൂൺ ട്രിപ്പോ? അതെ. എവിടേക്ക്? ആ മാമലക്കാവി പോയിന്റ് കേട് ഇതുവരെ തീർന്നിട്ടില്ല. അത് ആ മൈഥിലി എന്ന ഫ്രോഡ് കൂടെ ഉണ്ടായിരുന്നുണ്ടല്ലേ. ഈ ട്രിപ്പില് നമ്മൾ മാത്രമേ ഉള്ളൂ. ആട്ടെ, എവിടേക്കാ പോകുന്നേ? നമുക്ക് ഇന്ത്യക്ക് വെളിയിൽ പോവാം. അത് ഞാൻ പ്ലാൻ ചെയ്തോളാം. ഞാൻ റെഡി. ACP കാണുന്നിട്ട് ഇങ്ങോട്ട് പോലീസുകാർ വരുന്നു. സർ, എന്താ എന്നെ തിരക്കി ഇങ്ങോട്ട് വന്നത്? ഒരു കാര്യമുണ്ട് സർ.